ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ എന്താ പറയുക, പ്രധാനപ്പെട്ടതും ഭയങ്കര സന്തോഷം തന്നൊരു വീഡിയോ കേട്ടോ. ഇവിടെ മക്കൾ സ്കൂളിൽ ക്രിസ്മസ് തൊട്ട് വെക്കേഷനായപ്പോൾ നമ്മൾ വെക്കേഷനിൽ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ചെയ്യല്ലോ. അങ്ങനെ പെട്ടെന്നുണ്ടായ ഞങ്ങളൊരു തീരുമാനമായിരുന്നു നമുക്ക് ഉംറക്ക് പോകാമെന്ന്. എല്ലാവർക്കും ലീവ് ഉണ്ട് കുറച്ച് ദിവസം. അപ്പോൾ അങ്ങനെ ഉംറക്ക് പോകാമെന്ന് വെച്ചിട്ടും ഞാനും ഇക്കാക്കിയും എൻ്റെ ബ്രദറും കൂടിയിട്ട് ഞങ്ങൾ ഉംറക്ക് പോയി. മക്കത്ത് മദീനത്തൊക്കെ പോയി. മാഷാ അല്ലാഹ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ലൊരു വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞായിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അവിടെ പോകുമ്പോൾ നെറ്റൊക്കെ ഓഫാക്കിയിട്ട് ഫുൾ നമ്മൾക്ക് പോണത് എന്തിനാണോ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ഫോൺ നോക്കിയ ടൈം പോകും, നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ വരാൻ നേരത്തെ കുറച്ചായിട്ട് ഞാനും എൻ്റെ ബ്രദറും എടുത്ത വീഡിയോസ് ഷെയർ ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആക്കിയതാണിത്. നിങ്ങൾക്കൊന്ന് കാണാമല്ലോ. അത് നമുക്കൊരു സന്തോഷമല്ലേ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിതാ ഫസ്റ്റ് ഞങ്ങൾ മദീനത്താണ് പോയത്. ഞങ്ങളവിടെ ഒരു ഇഷാ ടൈമിലാണ് എത്തിയിരുന്നത്. അപ്പോൾ ബാഗ് ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ യശ നിസ്കരിക്കാനായിട്ട് മദീനത്തേക്ക് പോയി. അപ്പോൾ മദീന പള്ളിയിൽ യശ നിസ്കാരം കഴിഞ്ഞിട്ടും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും സ്ത്രീകൾക്ക് റൗലൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തുറന്നു കൊടുക്കും. പക്ഷേ ആ സമയത്ത് അറിയില്ലായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അതാണെന്ന്. പക്ഷേ ഞാൻ മാഷാ അല്ലാഹ് ആ സമയത്ത് എത്തിപ്പെട്ടതുകൊണ്ടും കുറേ സ്ത്രീകൾ അങ്ങനെ ഓർഡർ പോകണമെന്ന് നമ്മളും കൂടെ പോയി. അപ്പോൾ തന്നെ അവർ റൗലാൻ്റെ അടുത്തിരുന്ന് നിസ്കരിക്കാനുള്ളൊരു ഇതായിരുന്നു പറഞ്ഞിട്ടും അങ്ങനെ അവിടെ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. പ്രതീക്ഷിക്കാതെ നമ്മളത് പ്രതീക്ഷിച്ചില്ലല്ലോ ഈ സമയത്ത് അവിടെ കാണുന്നു. ഓൾറെഡി നമുക്ക് മദീനത്ത് റൗലയിൽ പോയി നിസ്കരിക്കാനും ഒക്കെ ഒരു നുസ്കാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ചാലേ നമുക്ക് റൗലയിൽ പോയി നിസ്കരിക്കാനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ത്രീകൾക്കൊരു ടൈമും പുരുഷന്മാർക്കൊരു ടൈമും ആയിരുന്നു കേട്ടോ. എനിക്ക് കിട്ടുന്നത് രാവിലെ 10 to 10:30 ആയിരുന്നു. അപ്പോൾ ഞാനത് മക്കളെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കിയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഇത് ഇതേപോലെ റൗലിലേക്ക് നമ്മളെ കടത്തി വിടുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടത്. മാഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ റൗലിൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അവർ കൂടുതൽ സമയം തരുമൊന്നുമില്ല, മാക്സിമം ഒരു 10-20 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് തന്നെ ഭയങ്കര തിരക്കാവും. നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ദുആ ചെയ്ത് വരിക. ഈ ഏരിയ വന്നിട്ട് അവിടുത്തെ ജന്നത്തുൽ ബക്കിയ എന്ന് പറയുമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മക്കളും ഭാര്യമാരും ഒരുപാട് ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്, ഖബർസ്ഥാനാണ്. മദീനത്ത് ആരും മരിച്ചാലും അവരെ മറവ് ചെയ്യുന്നതും ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോ റക്അത്ത് നിസ്കാരത്തിൻ്റെ ഇതിലും ഓരോ മയ്യത്ത് നിസ്കാരങ്ങളുണ്ട്. അപ്പോൾ ഒരുപാടൊക്കെ അവരെ മറവ് ചെയ്യാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ അവിടെ അങ്ങനെ പോയപ്പെടുത്തതാണ്. ഈ ഖബർസ്ഥാൻ്റെ അടുത്ത് സ്ത്രീകൾക്ക് പോകാൻ പറ്റൂലായിരുന്നു കേട്ടോ. മദീന പള്ളിയിലൊക്കെ പോയാലേ നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നില്ല കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളെ മനസ്സിനും ഒക്കെ ഭയങ്കര സന്തോഷം കിട്ടും. ആ പള്ളിയിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാൻ തോന്നില്ല. ഈ കാണുന്ന പച്ചക്കുബ്ബ ഉണ്ടല്ലോ, പച്ചക്കുബ്ബൊക്കെ അടിയിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ കിടക്കുന്ന റൗളൊക്കെ ഉള്ളത് കേട്ടോ. ഒരുപാട് പേര് പുറത്തുനിന്ന് ആ കുബ്ബ നോക്കിയിട്ട് നിസ്കരിക്കാൻ പ്രാർത്ഥിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മദീന പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ ഗേറ്റ് നമ്പർ 32 ആയിരുന്നു, 2932. ആ ഒരു നമ്പർ കൂടെയാണ് സ്ത്രീകൾ പ്രവേശിച്ചിരുന്നത്. ഗേറ്റ് നമ്പർ 32 പ്രവേശിച്ചാൽ നമുക്ക് റൗലിലെത്താൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നിസ്കാരം സുബഹിസ്കരിച്ച് കഴിഞ്ഞാലൊക്കെ അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാൻ കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ മദീനത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ അതൊന്ന് നോട്ട് ചെയ്തോളിട്ടാ. ആ ഗേറ്റ് നമ്പർ. പള്ളിയിൽ നമുക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ സംസം വെള്ളം എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും സംസം വെള്ളം, ഖുർആന്, ഫുള്ള് നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്ന് ദുആ ചെയ്യാനും നമ്മളാ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു സ്ഥലം എന്ന് പറയാം. നമുക്ക് പോയി വന്നാൽ നമുക്ക് വീണ്ടും പോകാൻ തോന്നും. ഇനിയിപ്പോൾ എൻ്റെ മനസ്സിലാണെങ്കിൽ തന്നെ ഇനി ഊണ്ടാണ്ട് പോകണം, വീണ്ടും ഇനി എന്നാ പോകാമെന്നുള്ളൊരു ചിന്താഗതിയാണ്. അത്രയും ഭയങ്കര ഒരു നമുക്ക് മനസ്സിനോട് ചേർത്ത് വെറുക്കുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് പോയി വന്നപ്പോൾ. പോണതിന് മുന്നേ നമുക്ക് അവിടെ ചെല്ലണം എന്നുള്ള ആഗ്രഹം കൂടുതൽ, പോയി വന്നപ്പം ആഗ്രഹം കുറച്ചും കൂടി കൂടുതലായി തോന്നി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറാണ് ഇത്, റൗള. ഇവിടെ പോയിട്ട് നമ്മൾ സലാം പറയാം. ആണുങ്ങൾക്ക് ഇതുപോലെ കുറച്ചും കൂടി എടുത്ത് നിന്നിട്ട് സലാം പറയാനൊക്കെ പറ്റും. നമ്മളെ സ്ത്രീകൾക്ക് അത്ര ഉണ്ട് പറ്റൂല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്രദർ എടുത്ത വീഡിയോ ആണിത്. മാഷാ അല്ലാഹ്. ഇത് കാണുമ്പോഴും നബിനോട് സലാം പറയുമ്പോഴും നമ്മളെ നെഞ്ഞത്തൊക്കെ എന്തോ ഉള്ളൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു.
റൗലൻ്റെ അടുക്ക് പോകണമെങ്കിൽ മസ്റ്റായിട്ട് മറ്റേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ, നിസ്കാപ്പ്. അതുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അത് മസ്റ്റായിട്ട് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മദീനത്തൊക്കെ പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ഹോട്ടലൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പോകും. പള്ളീൻ്റെ അടുത്തൊക്കെ നിൽക്കാം മാക്സിമം നിൽക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഭക്തിനും പോയി വരാനും ഒക്കെ പറ്റും. അപ്പം ഇത് സ്ത്രീകളെ ഏരിയ കേട്ടോ. അതൊക്കെ ഞാനെടുത്ത വീഡിയോ ആണ്. കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അതുകൊണ്ടാണ് വീഡിയോൻ്റെ സൈസും ക്വാളിറ്റിയൊക്കെ ഇങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യായിരുന്നല്ലോ, കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാമല്ലോ എങ്ങനെയെങ്കിലും എന്ന് ചിന്തിച്ചത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പഴ തോട്ടമായിരുന്നു. ഒരു സഹാബിക്ക് 30 ഈത്തപ്പഴം വെച്ച് കൊടുത്തിട്ട് അത് പെട്ടെന്ന് കൊലച്ച് ഒരു മാസത്തിനുള്ളിലേ നന്നായി വിളവെടുക്കാനൊക്കെ ആയി വന്നൊരു കഥ ഉണ്ടല്ലോ, ആ ഒരു കൃഷിയിടാണിത് കേട്ടോ. അവിടെ പോയി കണ്ടിരുന്നു. പിന്നെ ഈ കിണർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേൻ്റെ വഫാത്തായപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു 7 തുകൽ സഞ്ചിയിൽ വെള്ളം കൊടുന്ന ആ സ്ഥലമാണിത്. ആ കിണറാണിത്. ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ ഉസ്താദ് പറഞ്ഞു തന്നത് നരകത്തിൻ്റെ മല എന്നാണ് ആ മലനെ പറഞ്ഞു തന്നത്. അതിങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയൊരാളൊക്കെ എടുക്കണ പോലൊരു ഫീലിങ് നമുക്ക് തോന്നുമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മദീനത്ത് നമുക്കൊക്കെ കാണിച്ചു തരാൻ ഒരു ഉസ്താദിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരാണല്ലോ കാണിച്ചിരുന്നത്. അത് മസ്ജിദിൽ ഖുബ. അവിടെ പോയി ഞങ്ങൾ നിസ്കരിച്ച്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഒട്ടകം മുട്ടുകുത്തി എന്ന് പറയപ്പെടുന്ന ആ സഹാബിൻ്റെ ആ ഒരു വീട്, ആ സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളുണ്ട്. ഉഹുദ് യുദ്ധം നടന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ മസ്ജിദുൽ ഖിബ്ലത്തൈനി, വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയണ ഒരു ഗൈഡ്, ഒരു ഉസ്താദിനെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്കൊക്കെ കാണാനും ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അവിടെ കണ്ടതാണ് നല്ല പ്രാവൾ. എപ്പോഴും ഭയങ്കര പ്രാവുകളുണ്ട് കേട്ടോ. അത് കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് ആൾക്കാർ പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞങ്ങളെ മദീനത്തെ കാഴ്ചകൾ. ഇതൊക്കെയാണ്. അങ്ങനെ മദീന ഞങ്ങൾ 3 ദിവസം നിന്നിട്ട് നേരെ മക്കത്തേക്ക് പോയി. മക്കത്തേക്ക് ഞങ്ങൾ പോയത് ഒരു ബസ്സിനായിരുന്നു. രാത്രി ബസ്സിന് പോയിട്ട് രാവിലെ അവിടെ എത്തുന്ന രീതിയിൽ സുബഹിസ്കാരം ആ കഴിഞ്ഞ അവിടെ എത്തുന്ന ടൈമിലാണ് ഞങ്ങൾ പോയത് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മദീനത്തിൽ നിന്ന് തന്നെ ഇഹ്റാം കെട്ടിയിട്ടൊക്കെ പോയത് കേട്ടോ. ഞങ്ങളൊരു കസിൻ ഉണ്ടായിരുന്നു, അവരവിടെ അവർ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. ഞങ്ങൾ മക്കത്തായപ്പോൾ അവിടെ താമസിച്ചത്. അങ്ങനെ ഫസ്റ്റായിട്ട് കഅബ കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് ദുആ ചെയ്യണമെന്നാണ് നമ്മളെ മനസ്സിലുള്ള എന്താഗ്രഹം പ്രാർത്ഥിക്കുന്നോ അത് സാധിപ്പിച്ചിരുന്നതാണ്. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തത് ഉംറയൊക്കെ ചെയ്യാൻ പോകണമെന്ന് ഞാനിങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മക്കളെ കസിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാനും ഹസ്ബൻഡും ബ്രദറും തനിച്ച് മാത്രം പോയി. മക്കളുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുമ്പോൾ അവർ കുറച്ച് ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ എൻ്റെ മോള് ചെറുതുണ്ടായിരുന്നു, കാല് കടയിലും ഒക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിത് 2ാമത്തെ ദിവസം പോയപ്പോൾ എടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആട്ടോ. അപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വരുന്നില്ലായിരുന്നു. അവിടെ കൂടുതൽ ഇരുന്ന് ഈ കാപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര സന്തോഷം. അത് നിസ്കരിക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ നാട്ടിൽ അനിയത്തിക്ക് ഉമ്മയൊക്കെ അയച്ചെടുക്കണമെല്ലാം ആലോചിക്കുമ്പോൾ കുറച്ച് കൊച്ചു വീഡിയോസൊക്കെ എടുക്കും. അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഒരുമിച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടോ, നിങ്ങളത് ക്ഷമിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഷെയർ ചെയ്തത് ഇത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. പിന്നെ എപ്പോഴെങ്കിലും നമ്മളെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ മിസ്സായാലും ഇതിവിടെ എപ്പോഴും കിടക്കുമല്ലോ. ഓരോ ഓർമ്മകളും ഒക്കെ ഭയങ്കര ഒരു ഇതാണ് മദീന എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിട്ട് ചെയ്യാൻ പറ്റി. ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റായിട്ട് പോകുമ്പോൾ ടീമും അല്ല, ഞങ്ങൾ സിംഗിളായിട്ടാണ് പോയിരുന്നത്. ഫ്ലൈറ്റിന് ഞങ്ങൾ പോയിട്ട് വന്നത്. അപ്പോൾ അൽഹംദുലില്ലാ നല്ല യാത്രയായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അവിടെ പോകാൻ പറ്റട്ടെ, നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ഒക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയൊക്കെ ഉള്ളൂ വീഡിയോ കേട്ടോ. മക്കത്തും മദീനത്തും. മക്കത്ത് പിന്നെ അധികമായിട്ട് നമുക്ക് വലിയ സ്ഥലങ്ങളൊന്നും കാണാമല്ലോ. ജബലുൽ നൂർ, ഹിറാ ഗുഹ മാത്രമേ കാണുള്ളൂ. പിന്നെ സംസം, നമുക്ക് സംസം അവിടെ നിന്ന് എത്ര വയറ് നിറച്ച് കുടിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുറേ ഞങ്ങൾ അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും, ബായ്.